എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ക്രിസ്മസിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഒരുപാട് രീതിയിലുള്ള ബിരിയാണികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് മാഞ്ഞാലി ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അതിൻ്റെ റൈസിന് നല്ലൊരു ഫ്ലേവറാണ്. ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ടുള്ള നല്ലൊരു റൈസാണ്. അതുപോലെ തന്നെ ചിക്കൻ വെക്കുന്ന രീതിയിലും കുറച്ച് വ്യത്യാസങ്ങളും കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലുള്ള ഒരു ബിരിയാണി ആയിരിക്കും. എന്തായാലും ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വിളമ്പാനും വളരെ എളുപ്പമാണ്. ഇപ്പം നമുക്ക് ചിലർക്ക് ചിക്കൻ ഇഷ്ടമായിരിക്കില്ല, അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് വിളമ്പാം. അതുപോലെ തന്നെ ഇത് കൂടുതലൊക്കെ ഉണ്ടാക്കിയാലും നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഈസിയാണ്. അധികം വരികയാണെന്നുണ്ടെങ്കിൽ ബിരിയാണി പെട്ടെന്ന് കേടായി പോവില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അധികം താമസിയാതെ വളരെ രുചികരമായിട്ടുള്ള ഈ മാഞ്ഞാലി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പം ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് 1.5 കിലോ വന്നിരിക്കുന്നത്. ഇനി ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിലാണ് നമ്മൾ ഗ്രേവിയും അതുപോലെ തന്നെ റൈസും ഒക്കെ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ തൊലിയോട് കൂടിയിട്ടുള്ള 5 വിങ്സിൻ്റെ പീസസും അതുപോലെ ബാക്കി തൈസുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ എടുക്കാം. എല്ലോട് കൂടിയിട്ടുള്ള ഭാഗം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ 5 തൈസ് നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. നമ്മൾ എന്തൊക്കെ ഇതിൽ ചേർക്കുന്നോ ആ ഒരു ഫ്ലേവർ നമ്മുടെ ചിക്കൻ സ്റ്റോക്കിന് കിട്ടുന്നതാണ്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്ത കുരുമുളകും കൂടെ ചേർക്കാം. ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നമ്മൾ മാഗി ക്യൂബൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും. അപ്പോൾ അതിലൊരുപാട് ഉപ്പും എണ്ണയും ഒക്കെ ചേർന്നതാണ്, പ്രിസർവേറ്റീവും ടേസ്റ്റ് മേക്കേഴ്സും ഒക്കെ ചേർന്നതാണ്. അതിനെക്കാട്ടിൽ നല്ലത് ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ടാക്കി എടുക്കുന്നതാണ്. ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കാം. നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്ന് 1 ടീസ്പൂൺ ചേർക്കാം. മൊത്തത്തിൽ വേണ്ട അളവ് ഞാൻ പറയാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം 125 മില്ലിയാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇലകളായിട്ട് 1 തണ്ട് മല്ലിയില, പിന്നെ 1 തണ്ട് പുതിനയില കൈവച്ചിട്ട് തന്നെ ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലേവർ എല്ലാം നമ്മുടെ ചിക്കൻ സ്റ്റോക്കിലേക്ക് ഇറങ്ങുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 വിസിലാണ് ഇത് വേവിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉള്ളത് കൊണ്ട് വെള്ളം അതിലേക്ക് ഇറങ്ങി വരുന്നതാണ്. അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ചിക്കനിലേക്ക് നമുക്കിനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാണ്. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്, അപ്പം അതിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി. നമ്മളിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് വിനീഗറാണ്. 1 ടേബിൾ സ്പൂൺ വിനീഗർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് കൈവച്ച് മിക്സാക്കി എടുക്കുക. ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേക്ക് ചിക്കനിലേക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ ഇറങ്ങിക്കിട്ടും. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിവിടെ 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന അത്യാവശ്യം വലിയ സവാളയാണ്. 2 തക്കാളി, 3 പച്ചമുളക്, കൊറിയാണ്ടർ ലീവ്സും അതുപോലെ മിൻറ്റ് ലീവ്സും, പിന്നെ നമ്മൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. മല്ലിയില, പുതിനയില, കറിവേപ്പില. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവില്ല. ജിഞ്ചർ ഒരു മീഡിയം സൈസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കുടം വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് എടുത്തിരിക്കുന്നതാണ്. ചതച്ചും എടുക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു ചെറിയൊരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ക്യാരറ്റ്, 3 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ 1 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും, പിന്നെ ഒരു വലിയൊരു സവാള, പിന്നെ കറിവേപ്പില, ഇത്രയും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇത് കൂടാതെ നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെരിഞ്ചീരകം, കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പു, ജാതിപത്രി, അതുപോലെ തന്നെ തക്കോലം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്തെടുക്കാം. ജീരകശാല അഥവാ കൈമ അരിയിലാണ് നമ്മൾ ഈ ബിരിയാണി ചെയ്യുന്നത്. പകരം ബസ്മതി അരി എടുത്താലും മതി. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. 3 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
ഇനി നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുന്നതിലും കാര്യമുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് പരുവത്തിൽ ഫ്രൈ ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ബിരിയാണിയുടെ ടേസ്റ്റേ മാറിപ്പോവും. 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾ ഓയിലാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കുക. ഒരിക്കലും നിങ്ങൾ വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്, അത് പതഞ്ഞു പോവും. ഇതിലേക്ക് ഒരു പിടി കാഷ്നട്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. കാഷ്നട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പം മുന്തിരിങ്ങ ചേർത്തിട്ട് അതൊന്ന് കുമിളിച്ച് വരുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കരിയാതെ തന്നെ എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് വളരെ കനം കുറച്ചരിഞ്ഞ ഒരു വലിയ സവാളയാണ് നീളത്തിലരിഞ്ഞത്. അപ്പോൾ അത് 2-3 തവണകളായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി കൂടുതൽ എണ്ണയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സവാള വറക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ തന്നെ കോരി മാറ്റുക. അവസാനം ഇതിലേക്ക് കറി ലീവ്സും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. കറി ലീവ്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നില്ല. ഇനി നമുക്കൊരു ഫ്രൈ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ്റെ കഷ്ണങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഇടുമ്പോൾ ഒത്തിരി കുത്തി നിറച്ചിട്ട് ഇടാതെ അവിടെ ഇവിടെയായിട്ട് ഇട്ടിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. 75% ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി, ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തിരിച്ചു മറിച്ചുവിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്കിത് കോരി മാറ്റാം. 2-3 തവണകളായിട്ട് ചിക്കൻ കഷ്ണങ്ങളും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ സമയം നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരുപാട് വെള്ളം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്നും ആ ചിക്കൻ പീസ് കോരി മാറ്റിയിട്ട് ആ വെള്ളം മാത്രം മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് 2 കപ്പ് സ്റ്റോക്ക് ഈ ഒരു അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കഷ്ണങ്ങളൊന്ന് കോരി മാറ്റിയിട്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വെച്ച ആ ഒരു എണ്ണയിൽ തന്നെ ഇതിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം, അല്ലാതെയും ഫ്രൈ ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മളിത് മസാലയിലിട്ട് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ ആ ഉള്ളി വറുത്ത അതേ എണ്ണയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ കറിവേപ്പില നന്നായിട്ട് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സാധാരണ ബിരിയാണിയിലെ പോലെ ഒരുപാട് പച്ചമുളക് ഇടില്ല, കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ എരിവിന് ചേർക്കുന്നതുകൊണ്ട് തന്നെ. സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്താണ്. മൊത്തത്തിൽ നമ്മളങ്ങനെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ചേർത്തു. ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചത് 1 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കസൂരി മേത്തി. ഇത് ചേർക്കുമ്പം നിങ്ങൾ തന്നെ വിശ്വസിക്കില്ല, ഈ ബിരിയാണിക്കൊരു നല്ല ടേസ്റ്റാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഈ കസൂരി മേത്തി കൊടുക്കും. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലാത്തവർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു 2 തക്കാളി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അടച്ചു വെച്ച് ചെറുതീയിലിട്ട് തക്കാളി നന്നായിട്ട് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറാനായിട്ട് ശ്രദ്ധിക്കുക, അപ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഉപ്പ് നോക്കിയിട്ട് നമ്മൾ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഇപ്പോൾ ചേർക്കുകയാണ്. ബാക്കി 1 കപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, നമ്മൾ റൈസ് ദം ചെയ്യുമ്പം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. നമ്മൾ 75% ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കി ഇനി ഇതിൽ കിടന്നാണ് ചിക്കൻ വെന്ത് വരേണ്ടത്. ആ ഒരു ചിക്കൻ വറുത്ത ഓയിലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൽ ചിക്കൻ്റെ ഫ്ലേവറാണ്. ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. വിനീഗറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ഫ്ലേവറൊക്കെ വന്നിട്ടുള്ള ഒരു ചിക്കനാണ്. ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില പുതിനയിലയും കൂടെ അരിഞ്ഞത് ചേർക്കുകയാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പുതിനയില എന്തായാലും മല്ലിയിലേക്കാട്ടിലും കുറവ് മതി. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും നമ്മൾ ഫ്രൈഡ് ഓണിയൻ ചിക്കൻ മസാലയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. ഇനി അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ചിക്കൻ ഫുള്ളായിട്ട് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് ഞാനത് ചെറുതീയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മല്ലിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. നന്നായിട്ട് ചൂടായി വന്നാൽ ഇതിലേക്ക് പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്, ഫെനൽ സീഡ്സ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മെഷർമെൻറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പിന്നെ നമ്മളിതിലേക്ക് ഹോൾ സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്കൊരു പകുതി സവാള നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. സവാള ഒരുപാടങ്ങ് ബ്രൗണൊന്നും ആക്കേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. 1 തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില. ഒരു റൈസിലേക്ക് നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചേർക്കുന്നത്. 3 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്. അപ്പോൾ നമ്മുടെ റൈസിന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓറഞ്ച് കളർ കിട്ടും നമ്മളിങ്ങനെ ക്യാരറ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ. ക്യാരറ്റും ഒരുപാടങ്ങ് മൂത്തൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് പുതിനയിലയും വളരെ കുറച്ച് മല്ലിയിലയും കൈവച്ചിട്ടൊന്ന് ചേർക്കുന്നുണ്ട്. 3 കപ്പ് ജീരകശാല അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 മണിക്കൂർ ഓളം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ 5 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചൊന്ന് മുന്നിട്ട് വയ്ക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് വെക്കേണ്ടത്. ഞാൻ എക്സ്ട്രാ ഒരു 1/2 കപ്പും കൂടെ വെച്ച് മൊത്തത്തിൽ 5 കപ്പാണ് വെള്ളം വെച്ചത്. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് ചോറ് വേവുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് കിട്ടുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്നതിന് തൊട്ട് മുന്നേ അരി ഊറ്റിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അരി ഡ്രൈ ആയിട്ട് പൊടിഞ്ഞു പോകും. അരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ കറക്റ്റ് രീതിയിൽ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് റൈസ് കുക്കായി കിട്ടും. ഇനി അരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം തീ ഒരു പകുതിയായിട്ടൊന്ന് കുറയ്ക്കുക. അതായത് ഏറ്റവും കുറവിൽ നമുക്കിനി ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഒട്ടും ഇളക്കരുത്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കുക. അതായത് അരിയൊക്കെ മുകളിലേക്ക് വന്ന് വെള്ളമൊക്കെ വറ്റിയൊരു രീതിയിലാവുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഇത് വീണ്ടും ചെറുതീയിൽ ഒരു 6 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. അപ്പോഴാണ് കറക്റ്റ് അരി വെന്ത് വരുന്നത്. നമ്മൾ 1 മണിക്കൂർ ഈ അരി കുതിർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് ഈ അരി നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ. നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഒന്നിൽ തൊടാതെ അരി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് എങ്ങനെയാണ് ചിക്കൻ്റെ ഫ്ലേവറിൽ ദം ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഏറ്റവും താഴത്തെ ലെയറിൽ നമ്മൾ 1 ടീസ്പൂൺ നെയ്യൊന്ന് ഉരുക്കി ഒഴിക്കാം. ഞാനപ്പോൾ അത് ഉരുക്കി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്ച്ചോറ് ചേർക്കാം. നമ്മൾ 1 കപ്പ് ചിക്കൻ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും പകുതി കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ്, കിസ്മിസ്, ഒണിയൻ, കറിവേപ്പില. പിന്നെ ഫ്ലേവറിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ചേർത്തില്ലെങ്കിലും ബിരിയാണിക്ക് നല്ല മണം തന്നെയാണ്. പകരം നിങ്ങൾക്ക് പൈനാപ്പിൾ എസൻസ് ചേർക്കാം. ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ചേർക്കാം. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ചേർത്താൽ ബിരിയാണി പെട്ടെന്ന് തന്നെ കേടായി പോവും. അതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇതിലേക്ക് ബാക്കിയുള്ള 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്തു. അങ്ങനെ നമ്മളിപ്പം എല്ലാം ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ബാക്കിയുള്ള ഫ്രൈഡ് ഓണിയൻസും അതെല്ലാം ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും മുകളിലത്തെ ലെയറിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുകയാണ്. ഇതിനി ഒരു ദോശത്തവയുടെ മുകളിലോ ചെറുതീയിലോ ഇട്ടിട്ട് ദം ചെയ്തെടുക്കാം. 20 മിനിറ്റാണ് ഇത് ദം ചെയ്യാനായിട്ട് വേണ്ടി വന്നത്. ഞാനിവിടെ 180 ഡിഗ്രിയിൽ അവനിൽ വെച്ചിട്ടാണിത് ദം ചെയ്തെടുത്തിട്ടുള്ളത് 20 മിനിറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഈ റൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ചിക്കൻ്റെ
ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. സാധാരണ നെയ്ച്ചോറിൻ്റെ പോലെ അല്ല. ഇനി നമുക്കിത് 2 രീതിയിൽ സെർവ് ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റൈസിനൊരു മഞ്ഞ നിറം കൊടുക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. കളറിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ കളേഴ്സോ അതുപോലെ തന്നെ കുങ്കുമപ്പൂവോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. ആ ചിക്കൻ സ്റ്റോക്കിലെ മഞ്ഞൾപ്പൊടിയുടെ ഒരു കളറാണിത്. നന്നായിട്ട് മിക്സാക്കി റൈസ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 രീതിയിൽ സെർവ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത്, ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി അത് കുറച്ചൊന്ന് മാറ്റി വെക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ടാണ്. കുറച്ച് ഉള്ളി, കിസ്മിസും കറിവേപ്പിലയും കാഷ്നട്ടും കൂടെ വെച്ച് കൊടുത്തു. ഇതിലേക്ക് ആവശ്യമുള്ള റൈസ് ഫില്ല് ചെയ്യാം. കാണുമ്പോൾ വിചാരിക്കും ഇതൊരു നെയ്ച്ചോറും ചിക്കൻ കറിയാണെന്ന്. പക്ഷേ അല്ല, ഈ ഒരു റൈസിൽ നല്ല ചിക്കൻ്റെ ഫ്ലേവറൊക്കെ അടങ്ങിയിട്ടുള്ള ദം ചെയ്തിട്ടുള്ള റൈസാണ്. മാഞ്ഞാലി സ്റ്റൈലിൽ ഇങ്ങനെയാണ് അത് സെർവ് ചെയ്യുന്നത്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ആ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യാനുസരണമുള്ള ചിക്കൻ പീസും ഗ്രേവിയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് സൈഡിലായിട്ടോ വെച്ച് കൊടുക്കാം. ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. 1-2 പീസ് ആവശ്യാനുസരണം നമുക്ക് സെർവ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാൻ നേരം എല്ലാവർക്കും പീസുകളും കിട്ടും. സെർവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളെല്ലാം കൂടെ ബിരിയാണി ആക്കി വെച്ചാൽ നമുക്കിപ്പം ആൾക്കാർക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ ഇതൊരു രീതിയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത രീതി എന്ന് പറയുന്നത്, പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് ആവശ്യമുള്ളത്രയും ചിക്കൻ പീസ് വെച്ച് കൊടുക്കുക, ഗ്രേവി വെക്കുക, അതിന് മുകളിലായിട്ട് റൈസ് സെർവ് ചെയ്യാം. റൈസ് ഒരു ഷേപ്പിലാക്കിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് സാലഡും പപ്പടവും പിക്കിളും ഒക്കെ എടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബിരിയാണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് സെൻഡ് ചെയ്ത് തരാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.